പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. പറഞ്ഞൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ഡ്രസ് കോഡിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സുകൾ വളരെ മാന്യമായ രീതിയിൽ യൂസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങിയൊരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിംഗ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ? അതൊന്നും എനിക്കറിയണ്ട, പക്ഷെ ഞാൻ ഇത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? ആ ഡ്രസ് വൾഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൾഗർ എന്ന് പറഞ്ഞാൽ അവരിട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോ ഇത് വളരെ ഡീസന്റാ, വളരെ ഡീസന്റ്. അവർ ഇതിനു മുമ്പ് ഇതിനേക്കാൾ വൾഗറായിട്ടുള്ള ഡ്രസ് ഇട്ടുണ്ട്. പക്ഷെ അപ്പൊ പുള്ളിക്കാരി എങ്ങനെ എടുക്കുന്നു, നേരെ കട്ടിലേക്ക് ഇടുന്നു, എന്നിട്ടൊരു മുന്തിരി വെച്ചുള്ള ഒരു പ്രയോഗം. ഈ സൂക്കേട് വേറെയാ. ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. മാ തുജെ സലാം. എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുഖത്തോട് മുഖമാണ് എടുക്കുന്നത്, കയ്യിലാണ് അവർ എടുക്കുന്നത്. സഹാർ ഉദ്ദേശിച്ചിരിക്കുന്ന തരം കുസൃതി ഞാൻ ഉദ്ദേശിക്കുന്ന കുസൃതി ആണെങ്കിൽ ആ കുസൃതികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അപ്പൊ അവര് പറഞ്ഞത് ഇത് ഈ ഒരു ഇടിവ് മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഈ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ദുബായി എന്നൊക്കെ വന്നോണ്ടാന്ന് തോന്നുന്നു. ദുബായി എന്നൊക്കെ വന്നോണ്ടാന്ന് തോന്നുന്നു. അതെ, ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇന്ന് ബെഡിൽ കിടത്തുന്നതാണ്. ബെഡിൽ ആ പൂസായ കുട്ടിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി പൊതപ്പിച്ച് പോരുന്ന സീനാണത്. അതെ. അല്ലാതെ ഈ മുന്തിരി എന്ന് പറയുന്ന സംഭവം മുന്തിരി ഒന്നുമില്ല. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. അതേ, പെണ്ണായാൽ നാണം വേണം. പക്ഷേ ഇനി വരുന്ന വീഡിയോയിലേക്ക് നമുക്ക് മുന്തിരി തന്നെ എടുക്കാം. ഇതൊരംഗപ്പുറപ്പാടായിട്ടാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉപയോഗിക്കും. ആ വയറിൽ വെച്ചൊരു മുന്തിരി കടിച്ചെടുക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണല്ലോ നമുക്ക്. നിന്റെ കൂടെ ഞങ്ങളുണ്ടാ. അതിന് വേണ്ടിയിട്ടും അത് ചെയ്യുമ്പോ ഇതെന്താവും എന്നുള്ളത് ആ കുട്ടി കാണാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഇത് സീൻ തന്നെ എടുക്കാം. ആ വയറ് ആ കുട്ടീന്റെ തന്നെ വേണമെന്നില്ല. അതെ അതെ അതെ. ഇപ്പൊ ഏന്റെ കാലാണ്. വേറൊരാളുടെ ഭാഗം കാണിക്കണമെങ്കിൽ പോലും അതിൽ അഭിനയിച്ച നായികന്റെ കൺസെന്റ് വേണമെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. 6-ാം തീയതി എന്നോട് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യാം, ഇനി അതേ നടക്കൂ. നീ ആരാടി പുല്ലേ? വലിയ ഉർവശി നടിയാ, നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുക്കണ്ട. അട്ടിച്ചിന്റെ കാരണക്കുട്ടി പൊട്ടിച്ചെടുക്കട്ടെ എന്നേ അതേ നടക്കൂ എന്നോട്. ഞാൻ ഈ 8-9 എണ്ണം ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കാണിക്കാനാണെങ്കിൽ വരുന്ന വഴിക്ക് അവർ തിരിച്ചു പോയിരുന്നു. ഈ ബുദ്ധിജീവാവുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എറണാകുളത്ത് പോർക്കും കൂടുന്ന പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് പാമ്പ് രവി ആരാന്ന് നീ അന്വേഷിക്കടാ, അവര് പറഞ്ഞുതരും. വരുന്ന വഴിക്ക് തന്നെ വിളിക്കുന്നത്. എന്നോട് പറയാണ് ഞാൻ ഉച്ചയ്ക്കൊക്കെ നമുക്ക് നോക്കാമെന്ന്. ഞാനിവിടെ ക്രൂവിനെയും മറ്റുള്ളവരൊക്കെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട്. അല്ല പിന്നെ നമ്മൾ 10-20 പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവൾക്ക് തോന്നിയ പോലെ വരിക. അത് ഈ കമ്പനി നടക്കത്തില്ല, മനസ്സിലായി? എന്ത് കണ്ടിട്ട് ഇവരോടൊക്കെ പറഞ്ഞ ഇവര് കളിയാക്കുക. അവർക്കൊക്കെ വേണ്ടി എന്തിനാ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഈ പിള്ളേർ മുഴുവൻ പറയൂ. തമാശരിക്കുള്ളൂ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. അതെ അതെ. ഇവരൊന്നും അവർ ഒരു കാര്യം കൽപ്പിക്കുന്നില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും